പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ നിയമത്തിന്റെ പ്രാധാന്യം അറിയാത്ത എം പിമാരെ നമുക്ക് വേണോ? പ്രസ് ക്ലബിൽ ചർച്ച നടന്നപ്പോൾ, സംവാദം നടന്നപ്പോൾ ഇപ്പോഴത്തെ എം പി, ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി, അതിനിർണായകമായിട്ടുള്ളൊരു നിയമനിർമ്മാണത്തിന്റെ ചോദ്യം ചോദിച്ചത് മാധ്യമപ്രവർത്തകരാണ്. NIA-യുമായി ബന്ധപ്പെട്ട ആ നിയമത്തിന്റെ നിർമ്മാണ വേളയിൽ MP അങ്ങുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചു. ആദ്യം ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? അതെനിക്കൊന്ന് നോക്കണം എന്നാണ്. അതായത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള, രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മൗലികാവകാശങ്ങളെ കവർന്നെടുക്കുന്ന നിയമനിർമ്മാണം ആ MP ഉൾപ്പെടുന്ന നിയമനിർമ്മാണ സഭയിൽ, ലോക്സഭയിൽ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളതും, അതിലെന്ത് നിലപാടെടുത്തോ എന്നുള്ളതും, അതിനെ എതിർത്തോ എന്നുള്ളതും, വോട്ട് ചെയ്തോ എന്നുള്ളതും ഓർമ്മയില്ലാത്ത ഒരു MP-ക്ക് അത് തിരഞ്ഞ് അതൊന്ന് പരിശോധിച്ച് നോക്കണമെന്ന് പറഞ്ഞ ഒരു MP-യെ ഇനി പാർലമെന്റിന്റെ പടി ചവിട്ടിപ്പിക്കണോ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലേ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ അതില്ലാതെ പോകുന്നത്? അതും പറയാൻ ആർജവമില്ലാത്ത നിങ്ങളെങ്ങനെയാണ് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുക? രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എങ്ങനെയാണ് സംരക്ഷിക്കുക? എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഒരു കൊടി പോലും ഉയർത്താൻ കഴിയാത്തത്? ഒരു കൊടിയെ ഒളിപ്പിക്കേണ്ട സ്വന്തം കൊടി പോലും ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തത് എന്ത് രാഷ്ട്രീയ ഭീരുത്വമാണ് എന്നുള്ളത് കോൺഗ്രസ് പറയേണ്ടതായിട്ടുണ്ട്. MM ഹസൻ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളതാണ്. ജനങ്ങൾ ചിന്തിക്കും. എന്താണ്? നമുക്ക് വാസ്തവത്തിൽ നിരാശയുണ്ട്. എന്തുകൊണ്ടാണ് നിരാശ? BJP-യെയും സഖ്യകക്ഷികളെയും വർഗീയതയും രാജ്യത്ത് അതിശക്തമായി എതിർക്കുന്നതിൽ നേതൃത്വം നൽകേണ്ട ഒരു പ്രസ്ഥാനം കൊടികൾ ഒളിപ്പിച്ചു വെച്ച് മത്സരത്തെ നേരിടുകയാണ്, തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അവരുടെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി എന്തുകൊണ്ടാണ്? ഒരു മതവിഭാഗത്തെ എന്നുള്ളത് മാത്രമല്ല, നാളെ മറ്റു മതവിഭാഗങ്ങളിലേക്ക് ഇത് കടന്നു വരും. ഭരണഘടന പറയുന്നു മതം, മനുഷ്യനെ വേർതിരിക്കാൻ പാടില്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ നിയമം എങ്ങനെയാണ് നിർമ്മിച്ചത്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുകയാണ്. ഭരണഘടനയുടെ അന്തസത്തയ്ക്കെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ ആർജവത്തോടെ ചെറുക്കണ്ടേ? വർഗീയതയെ മൃദുവർഗീയത കൊണ്ടാണോ ചെറുക്കാനായിട്ട് ഉള്ളത്? അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന, രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്നത്. ഇടതുപക്ഷം